Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Food കഴിച്ചോ? Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Prayer. Prayer. Good afternoon, everyone. Dear God, in our learning journey, grant us wisdom, understanding, and clarity of mind. Bless our teacher with patience and knowledge. Help us stay focused and motivated. May we grow in wisdom and good character, and may our learning be a blessing to others. Thank you, ma'am. Sign in ആരാണ്? Sign in. മഞ്ജു, sign in പറയാമോ? പറയാം madam. Dear colleagues and respected teacher, I am inviting you to take our class today. Okay. Okay, ma'am. Then thought of the day, Subita thought പറയാമോ? പറയാം മിസ്. Confidence and hard work is the best medicine for success. കലാം സാറിന്റെ തോട്ട്. ഇപ്പൊ യൂണിറ്റ് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കംപ്ലീറ്റ് ആയിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടുന്ന് ഈ ക്ലാസ്സിൽ നിന്ന്? ടീച്ചിങ് പ്രാക്ടീസ് ആരും പോയിട്ടില്ല അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങില് ആ ഒരു ചാപ്റ്ററിൽ നമ്മള് ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടുതലായിട്ട് കണ്ടില്ലേ? ടീച്ചർ എന്ന് പറയുന്ന ആളെ കൂടുതലായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലേ ഇതിനകത്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങില് ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടാവില്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഉണ്ടാവും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത, അതായത് നമ്മള് ചെറിയ ക്ലാസ് തുടങ്ങി വലിയ ക്ലാസ് വരെ നമ്മൾ പഠിക്കുമ്പോൾ, അതിപ്പോ LKG ആയിക്കോട്ടെ, 1ാം ക്ലാസ് ആയിക്കോട്ടെ, അത് തുടങ്ങി നമ്മള് എവിടെയാണോ നമ്മുടെ പഠനം അവസാനിപ്പിച്ചത് അവിടെ വരെ ധാരാളം ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? കുറെ അധികം ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതില് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടാവും. ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ടീച്ചറെ കുറിച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ഇപ്പോ ഇവിടെ വെച്ച് തരുന്ന ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ. അത് നിങ്ങളുടെ റോൾ മോഡൽ ആകാം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാം. അതെങ്ങനെയൊക്കെയാണ്, ആരാണ് ആ വ്യക്തി, ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഇപ്പൊ നിങ്ങൾ എഴുതണം. ഓക്കെ ആണോ? ഓക്കെ. ഒരു 10-15 മിനിറ്റ് ഞാൻ സമയം തരാം, അതിനുള്ളിൽ എഴുതിയാൽ മതി കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതണവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം, ഇനി മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാം. നമ്മൾ ഒരു ടീച്ചറെ കുറിച്ചിട്ടാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ചിലപ്പോ നമ്മുടെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം.
ശുഭ ഇടാതിരിക്കുന്നത് വേറൊന്നുമല്ല, ഇഷ്ടപ്പെട്ട ടീച്ചറെ കുറിച്ച് എഴുതാൻ കൊടുത്തിരിക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെട്ട ടീച്ചർ, നിങ്ങളെ റോൾ മോഡലാക്കി എടുത്തിട്ടുള്ള ഇഷ്ടപ്പെട്ട ടീച്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ എഴുതുക. മനസ്സിലായോ ശുഭ? ഓക്കെ മനസ്സിലായി. എഴുതി കഴിഞ്ഞവർക്ക് വായിക്കാം കേട്ടോ. ഞാൻ വായിക്കട്ടെ. ഓക്കെ മനസ്സിലായി. ഞാൻ മലയാളത്തിലാണേ. എൻ്റെ ഗുരു എന്ന് തന്നെ പറയാം. അതായത് എനിക്ക് പേജ് 50 അപ്പൊ എത്ര താമസം നേരത്തെ പഠിച്ചു നിങ്ങൾ നോക്കണം. അന്ന് പക്ഷേ ഗുരുകുല വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ട്യൂഷൻ, എൻ്റെ ഒരു ട്യൂഷൻ അധ്യാപകൻ 3 വയസ്സിലാണ് ഞങ്ങൾ അന്ന് ട്യൂഷൻ ഉണ്ടാക്കും വീട്ടിൽ നിന്ന്. 2 വർഷം അക്ഷരമൊക്കെ പഠിച്ചിട്ടാണ് സ്കൂളിൽ പോണത്. ആ അധ്യാപകൻ ഗുരു എന്ന് തന്നെ പറയാം. ആ വ്യക്തി 2 കാലും 2 കൈയും തളർന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ പഞ്ചായത്ത് 5 തെങ്ങ് പഞ്ചായത്താണ്. 5 തെങ്ങ് പഞ്ചായത്തിലെ എല്ലാ വീട്ടിലെ മക്കളും ട്യൂഷൻ പഠിക്കുന്നത് ആ സാറിൻ്റെ അടുത്താണ്. സാറിന്റെ വീട്ടൊരു വയലിൽ വീടെന്നാണ്. സത്യം പറഞ്ഞാൽ ഇത്ര ഇഷ്ടപ്പെട്ട അധ്യാപകനാണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് സാറിന്റെ പേരറിഞ്ഞുകൂടാ. കാര്യം പേരാരും പറഞ്ഞിട്ടില്ല സാറിന്. സാറിനെ വയലിലെ സാർ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. വയലിൽ വീട്ടിലെ സാറായതുകൊണ്ട് വയലിലെ സാറിന്റെ അടുത്ത് പഠിക്കാത്ത ഒരു മക്കളും 5 തെങ്ങ് പഞ്ചായത്തിൽ ഇല്ല. അങ്ങനെ ആയിരുന്നു നമ്മുടെ ഗുരു. അദ്ദേഹം ഈ പറഞ്ഞല്ലോ 2 കൈയും 2 കാലും തളർന്ന, വലത് കൈക്ക് ചെറിയൊരു സ്വാധീനം, അത് ഇടത് കൈ കൊണ്ട് പൊക്കി, അത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നതും നുള്ളുന്നത്. നല്ല അടിയും നുള്ളുക കിട്ടിയിട്ടുണ്ട്. അപ്പോഴും സാറ് ഇടത് കൈ കൊണ്ട് വലത് കൈയെ പൊക്കി അതിൽ ചൂരൽ പിടിച്ചിട്ട് ഒരടി സാറിന്റെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അങ്ങനെ ആ അധ്യാപകനെയാണ് ഇന്നും എൻ്റെ മനസ്സിൽ ഗുരുസ്ഥാനത്ത്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. പക്ഷേ ഇടയ്ക്ക് പോയ എല്ലാ അധ്യാപകരുടെ താരതമ്യം നോക്കുമ്പോൾ വയലിലെ സാറിനോളം മനസ്സിൽ തങ്ങിയ ഒരു വ്യക്തി ലോകത്തില്ല. അന്ന് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അത് ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് അതാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന്. അതായത് സാറിന് 1 2 ഒന്നും എഴിച്ചു പോകാൻ ഒക്കൂലല്ലോ. സാറ് എല്ലാവരും ഒന്ന് പുറത്തു പോകണം, എനിക്കൊന്നിനും ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തു പോകും. എല്ലാവരും പുറത്തു പോയിട്ട് ആരെങ്കിലും ഒരാൾ മൂത്രപാത്രം എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞാൽ അടിയാണ് സാറിന്റെ മൂത്രപാത്രം എടുക്കുക. ഇന്ന് ആലോചിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ കുട്ടികളിലെ പവിത്രത എന്ന് പറയുന്നത്. ഒരു കള്ളത്തരം ഇല്ല, ആർക്കും അത് ചെയ്യാൻ മടിയുമില്ല. ഏത് താഴത്തെ സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിൽ നിന്ന് വരുന്നതായാലും ഏത് മുകളിലത്തെ എത്ര വലിയ കുടുംബത്തിൽ നിന്ന് വരുന്നതായാലും അന്ന് എല്ലാവരും വയലിലെ സാറിന്റെ അടുത്ത് 4 വരെ പഠിച്ചിട്ടേ
പുറത്ത് പിന്നെ ട്യൂഷന് പോകും. 5ാം ക്ലാസ് ആകുമ്പോഴാണ് എല്ലാവരും ട്യൂഷന് പുറത്ത് സെപ്പറേറ്റ് ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ പോണത്. അന്ന് ആ രംഗങ്ങൾ ഇന്നും അപ്പോഴാണ് നമ്മളൊക്കെ ഇപ്പൊ ഒരുപാട് വളരുമ്പോഴും നമ്മള് മോശമാവും. ചെറുതിലെ നമ്മൾ ഭയങ്കര പവിത്രരാണ്. ആ പവിത്രത ആലോചിക്കുമ്പോ സാറിന്റെ സാറിന് 1 പോണേം 2 പോണേം പാത്രമൊക്കെ നമ്മളെ എടുത്തുകൊണ്ട് വെച്ചു കൊടുക്കുന്നത്. അത് കഴിയുമ്പോ സാറ് പറയും അത് എടുത്തോണ്ട് പോയി കൈ സോപ്പിട്ട് കഴുകൂ. അന്ന് കൈ സോപ്പിട്ട് കഴുകണമെന്ന് പോലും നമുക്ക് താല്പര്യമില്ല, അറിഞ്ഞുകൂടാ, സാറിനെ ഹെൽപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിന് ഈ 2 കാലും തളർന്ന ആളായതുകൊണ്ട് നമ്മള് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ട്യൂഷനൊക്കെ അന്നൊന്നും കൃത്യസമയത്ത് 2 മണിക്ക് പോയാൽ 3 മണിക്ക് തന്നെ തിരിച്ചു വരെയൊന്നുമില്ല. അങ്ങ് കളിച്ച് തകർത്ത് മറിഞ്ഞ് ഇന്നത്തെ പോലെ ഒരു വീട്ടിൽ ഇത്ര സമയത്ത് പോയിട്ട് ഇത്ര മണിക്ക് വന്നില്ലെങ്കിൽ കുട്ടിയെ തിരക്കണം, അങ്ങനെയും ഇല്ല. ഇത്രയും കളത്തരമൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പൊ സാർ 1-1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് സാറ് വിട്ടാൽ പിന്നെ നമ്മളെ നിൽക്കും സാറിന്റെ കാല് തടവായി. സാറിന്റെ 2 കാല് വയ്യാത്തതാണ്. അപ്പൊ സാർ ഒരു കാല് നീട്ടി വെച്ച് തരും. ആ കാല് നമ്മൾ ഇന്ന് ഞെക്കി തടവി നമ്മള് സാറിനൊരു സുഖം കൊടുക്കുക എന്നുള്ള ഒരു സന്തോഷം. അത് ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഒരു ഭേദവും ഇല്ല. എല്ലാവർക്കും മത്സരിച്ച് സാറിന്റെ 2 ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത്, അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും കാലത്തെ വിദ്യാഭ്യാസ കാലത്തിനിടയില് അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പൊ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും പഠിക്കാൻ വന്നതാണ്. അന്ന് അങ്ങയുടെ താല്പര്യം തീർന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്നാലും സാറിന്റെ സാറിനോടുള്ള ആ സ്നേഹം, വാത്സല്യം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സാറിന് നമുക്കൊക്കെ ഇന്നും ഏത് കുട്ടിയെ വിളിച്ചു ചോദിച്ചാലും വയലിൽ സാർ എന്ന് ചോദിച്ചാൽ 5 പഞ്ചായത്തിന്റെ പേര് കേട്ട അധ്യാപകനെ. അതുപോലെ ഒരു അധ്യാപകൻ പിന്നീട് ഉണ്ടായിട്ടുമില്ല. ആ സാറിന്റെ അടുത്ത് പഠിച്ച ഒരു മക്കള് പോലും അക്ഷരം അറിഞ്ഞുകൂടാതായിരുന്നിട്ടുമില്ല. സാർ ഏത് ലെവലിലാണെന്ന് അറിഞ്ഞുകൂടാ നമ്മളെ ഉള്ളിൽ അക്ഷരം ഡ്രില്ല് ചെയ്ത് കയറ്റുന്നത്. അടയാളങ്ങളും ചിഹ്നങ്ങളും അറിഞ്ഞുകൂടാത്ത ഒരുപാട് മക്കൾ സ്കൂളിൽ വരുന്നുണ്ട്. പക്ഷെ വയലിലെ സാറിന്റെ അടുത്ത് പഠിച്ച ഒരു മക്കൾക്ക് ഒരു അടയാളം അറിഞ്ഞുകൂടാതിരുന്നിട്ടില്ല. നമ്മൾ ഈ ചിഹ്നങ്ങളുണ്ടല്ലോ, ആ ലെവലില് സാറ് അക്ഷരം നമ്മളറിയില്ല, നമ്മൾ അക്ഷരം പഠിക്കുകയാണ്. നമ്മൾ അറിയാത്ത ലെവലില് അക്ഷരം പഠിച്ചു തീർന്നതിന് ശേഷം സാറ് പറയും നിങ്ങളൊന്ന് കാക്കാക്കിക്ക് എഴുതി നോക്കിയാണ്. നമ്മൾ സ്വയം എഴുതുകയാണ് ചെയ്യുന്നതൊക്കെ. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അക്ഷരം ഈ പഠിച്ച് പിന്നെ കാക്കാക്കിക്കൊക്കെ പ്രത്യേകം പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. സാറിന്റെ അടുത്ത് അക്ഷരം പഠിച്ചു തീരുമ്പോൾ നമ്മൾ അടിസ്ഥാനം ഉറച്ചിട്ട് നമ്മൾ സ്വയം കാക്കാക്കിക്ക് ചാച്ചാച്ചിയൊക്കെ എഴുതും. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സാറിന്റെ ഒരു മാജിക് തന്നെയാണ്. ആ ഗുരു അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ പോലെ നമ്മളെ മനസ്സിൽ ഞങ്ങൾ 5 പഞ്ചായത്തിന്റെ മനസ്സിലെ ദൈവമാണ് ആ ഗുരു. ഓക്കെ മേഡം, എനിക്ക് അതാണ് പറയാനുള്ളത്. ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഞാൻ 5ാം ക്ലാസ്സിലായപ്പോഴും സാറ് മരിച്ചുപോയി. സാറിന്റെ പേര് സദാശിവൻ എന്നായിരുന്നു. പക്ഷെ അങ്ങനെ സാറിനെ ആരും പേരെടുത്ത് വിളിക്കുകയില്ല. വയലിലെ സാറ് എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലെ ഗുരുവായിരുന്നു. അതുകൊണ്ട് വയലിലെ സാറതേ എല്ലാരും പറയും. കുറവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ കുറവുകളൊന്നും കാര്യമാക്കാതെ എല്ലാവരെയും പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. നിങ്ങളിത് കേട്ടപ്പോ അങ്ങനെ തോന്നിയില്ലേ മഞ്ജു? അത് വായിച്ചപ്പോ ബാക്കിയുള്ളവർക്ക് തന്നെ ചോദിക്കുന്നേ. ഓക്കെ മാം. ഇനി ആരാണ് എഴുതി കഴിഞ്ഞാലും വായിക്കാം കേട്ടോ. എന്തായാലും നല്ലൊരു അറിവ്, അല്ലെങ്കിൽ ഒരു മാഷിനെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പരിചയപ്പെട്ട പോലെ തോന്നി മഞ്ജു പറഞ്ഞപ്പോ കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എഴുതി കഴിഞ്ഞവരുണ്ടെങ്കിൽ വായിക്കാം. മിസ്സേ, ഞാൻ 5 തൊട്ട് 10 വരെ മറ്റേ പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഈ 9ൊക്കെ എത്തുമ്പോ എനിക്ക് ഹിന്ദിയും മലയാളമാണ് എന്റെ മെയിൻ സബ്ജക്ട്. അതിന് 2നും ജയിക്കും. അപ്പൊ എന്റെ സ്കൂളിൽ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല.
എന്താന്ന് വെച്ചാൽ അത് ഞാൻ പെരുമ്പാവൂർ വിട്ട് കുറെ വർഷമായി. മേഴ്സിന്ന് അങ്ങനെ എന്താണ് ടീച്ചറിന്റെ പേര് ഓർക്കുന്നില്ല. പക്ഷെ ടീച്ചറിന് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഹിന്ദിക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ ടീച്ചറിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ടീച്ചർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, രാജലക്ഷ്മി ഇങ്ങനെ കുട്ടിക്ക് ഹിന്ദി നന്നായിട്ട് കുട്ടി പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സുഗമ ഹിന്ദി പരീക്ഷയൊക്കെ എഴുതി നോക്കുന്നു. ടീച്ചർ പറഞ്ഞതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു എക്സാം എഴുതണേ. സെക്കൻഡ് ക്ലാസ് ഒക്കെ കിട്ടിയതിന് കുഴപ്പമില്ലാണ്ട് മാർക്ക് കിട്ടി. അപ്പൊ ടീച്ചർ ഇങ്ങനെ എന്നെ തനിയെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കായിരുന്നു, കുട്ടിയെ നന്നായിട്ട് പഠിക്കണം. ആ സമയത്ത് എന്റെ അച്ഛനൊക്കെ മരിച്ചായിരുന്നു ആ സമയത്ത്. അപ്പൊ അച്ഛനില്ല, കുട്ടിയെ നന്നായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ആ ടീച്ചറിനെ ഓർക്കണ്ട്. ടീച്ചർ എവിടെയാന്ന് അറിയില്ല, പെരുമ്പാവൂരും വിട്ടു. അപ്പൊ ഇന്ന് ഞാൻ ആ ടീച്ചറിനെ ഓർക്കണ്ടേ. അപ്പൊ ഓക്കെ. ലിജി ഷെൽട്ടൻ കഴിഞ്ഞായിരുന്നോ? ലിജി യെസ് മാം. റീഡ് ചെയ്യാവോ? റീഡ് ചെയ്യാം. ഇങ്ങനെ എഴുതി വെച്ചേക്കണേ, അത് നോക്കി വായിച്ചാൽ പോരെ? മതി. ഓക്കെ. എന്നെ ഏറെ സ്വാധീനിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ ടീച്ചർ എന്നെ പ്ലസ് 1 പഠിപ്പിച്ച ഷൈനി മിസ്സാണ്. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സിലാണ് ഞാൻ +2 പഠിച്ചത്. അവിടെ ഞങ്ങൾക്ക് മാം എടുത്തത് സോഷ്യോളജി ആയിരുന്നു. മിസ്സിന് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയായിരുന്നു. ആ മിസ്സിനെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. നല്ല സുന്ദരിയായിരുന്നു മാം. മാമിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ വർഷത്തെ ഓണം എക്സാമിന് സോഷ്യോളജി നല്ലപോലെ പഠിച്ച് പരീക്ഷ എഴുതി. ആ ടൈമിൽ സോഷ്യോളജിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. അന്ന് മുതൽ മിസ്സിനെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴും മിസ്സിനെ ഇടയ്ക്ക് കാണാറുണ്ട്, കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ദെൻ അടുത്തത് ആരാണ്? രാജേശ്വരി. പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? റേഞ്ചിന്റെ പ്രശ്നം കേൾക്കാൻ പറ്റുന്നുണ്ട്. കുട്ടി തമ്പുരാട്ടി ടീച്ചർ എന്നാണ്. ടീച്ചറിന് എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാവോ രാജേശ്വരി? ആദ്യം പറഞ്ഞത് മുറിഞ്ഞുപോയി, കട്ടായി പോയി. റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സംസാരിച്ചു നോക്കിയേ രാജേശ്വരി, വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ക്ലിയർ ആവുണ്ടോ മിസ്സേ? ഇപ്പൊ പറഞ്ഞത് കേട്ടു. ഇവിടെ കുറവാണ്. എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു മിസ് ഉണ്ട്, അംബികക്കുട്ടി തമ്പുരാട്ടി എന്ന് പറഞ്ഞാണ് ടീച്ചറിന്റെ പേര്. ടീച്ചർ ഭയങ്കര സ്നേഹമാണ്, പിള്ളേരോട് ഭയങ്കര കെയറിങ്. ശരിക്കും ഒരു അമ്മേനെ പോലത്തെ ഒരു ഇതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പഠിപ്പിക്കും. ഓക്കെ, ലെഫ്റ്റ് ആയി, റേഞ്ച് കട്ടായിരുന്നു. സുബിത. രാജേശ്വരി ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചർ എന്നെ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആനി ടീച്ചറാണ്. ടീച്ചർ സോഷ്യലാണ് എടുത്തിരുന്നത്. സോഷ്യൽ എടുക്കുമ്പോൾ ആളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിങ്ങനെ കണ്ട ഒരു പ്രതീതിയാവും. ഇപ്പൊ സോഷ്യൽ ഹിസ്റ്ററിയിലെ ആ ചരിത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് ആ കാലഘട്ടത്തിൽ ജീവിക്കണ പോലെയാണ് തോന്നുന്നത്. അത്രയും രസത്തിലാണ് ടീച്ചർ എടുത്തു തരിക. പിന്നെ ടീച്ചർക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്ന്. ടീച്ചേഴ്സിന്റെ പോലെയല്ല, ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുക.
അന്ന് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് പഠിക്കണ കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം, പിന്നെ ടീച്ചർക്ക് പേഴ്സണലി അറിയണ കുട്ടികളോടും കുറച്ചൊരു സ്നേഹം, അവരോട് നല്ല അടുപ്പായിരിക്കും. ഈ ആനി ടീച്ചർ അങ്ങനെയല്ല, എല്ലാ കുട്ടികളോടും ഒരേപോലെയാണ് കണക്കാക്കിയത്. ഞാനൊക്കെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, അത്ര നന്നായി അങ്ങനെ പഠിക്കൊന്നുമില്ല. അപ്പൊ ടീച്ചർ നമ്മളേനി എല്ലാ കുട്ടികളെയും പോലെ തന്നെ നന്നായി സ്നേഹത്തിൽ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും എന്റെ ചേട്ടൻ, എന്റെ ബ്രദർ, ഞാന് 9ൽ എത്തുമ്പോ ചേട്ടൻ അവിടെ അന്നൊക്കെ തോൽപ്പിച്ചിടൂലോ. അപ്പൊ ചേട്ടൻ 9ലാണ് ഉണ്ടായിരുന്നത്. ആള് പഠിക്കാൻ നല്ല പിന്നിലാണ്. അപ്പൊ ടീച്ചർക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കുറുമ്പൊന്നും കാണിക്കില്ല ആള്, പഠിക്കണേൽ ഇത്തിരി കുറവുണ്ട് എന്നുള്ളൂ. അപ്പൊ എപ്പോഴും എന്നെ ചേട്ടനെ വിളിച്ചിട്ട് പറയും, നന്നായി പഠിച്ചോളൂ, ഇങ്ങനെയായ ശരിയാവില്ല, വീട്ടിലെ ഒരു ആൺകുട്ടി ഉള്ളതല്ലേ, അപ്പൊ നന്നായി പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നന്നായി ഇങ്ങനെ കെയർ ചെയ്തിട്ട് നമ്മുടെ മക്കളോട് പറഞ്ഞു തരുന്ന പോലെ തന്നെ ടീച്ചർ നന്നായി പറയും. പിന്നെ അങ്ങനെ കുറുമ്പിലേക്കും അങ്ങനെയൊന്നും പോവരുത്, നന്നായി നല്ല മക്കളായി വളരണം എന്നൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട്. മറ്റേ ടീച്ചേഴ്സ് ഒക്കെ വഴക്ക് പറയുകയും ചെയ്യാം, പഠിച്ചില്ലോ തോറ്റത് അത് കാരണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും. ചേട്ടനെയും ചീത്ത പറയും. തോറ്റ കുട്ടികളോട് ഒരു പ്രത്യേകത അല്ലേ ഉണ്ടാവുക. പക്ഷെ ടീച്ചർ ഞങ്ങളെ രണ്ടാളെയും വിളിച്ചു നിർത്തിയിട്ട് പറയും, ഇപ്പൊ അനിയത്തി പഠിക്കണ്ടല്ലോ, നീ അതേപോലെ പഠിച്ചോളൂ, രണ്ടാളും ഒരു ക്ലാസ്സിലല്ലേ, അപ്പൊ നന്നായി നമുക്ക് രണ്ടാൾക്കും ഒപ്പം ഇരുന്നിട്ട് പഠിക്കാം, അങ്ങനെ നീയും നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് നമ്മളതിനെ കെയർ ചെയ്തിട്ട് പറഞ്ഞു തരും. പിന്നെ പാരന്റ്സ് മീറ്റിംഗിന് അമ്മ വന്നാലും അതെ, അമ്മോട് അതെ പറയും, അപ്പൊ സുബിദി അവന് ഒരു ക്ലാസ്സിലല്ലേ, അപ്പൊ അമ്മ ഒന്നുകൂടി ശ്രദ്ധിക്കും, അപ്പൊ അവനും കൂടി സുനീഷ് എന്നാ ചേട്ടന്റെ പേര്, അപ്പൊ രണ്ടാളും കൂടിയിട്ട് ഒപ്പം ഇരുന്ന ആളും കൂടി പഠിച്ചോളും, എല്ലാ വിഷയത്തിലും പാസ്സാവണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. വല്ലപ്പോഴും നമ്മളിപ്പോ ഇരുമ്പുപെട്ടിക്കൊക്കെ പോകുമ്പോ, ഇങ്ങനെ ഇരുമ്പുപെട്ടി സ്കൂളിലാണ് പഠിച്ചത്, അപ്പൊ എങ്ങാനും കണ്ട ടീച്ചർ ആദ്യം ചോദിക്കുക ചേട്ടന്റെ കാര്യമാണ്, സുനീഷ് ഇപ്പൊ എന്താ ചെയ്യണത്, ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ അന്വേഷിക്കും. അപ്പൊ അത് കാരണം എനിക്ക് ആ ടീച്ചർ തന്നെയാണ് ഭയങ്കര ഇഷ്ടം. ഉള്ളൂ ടീച്ചർ. ഓക്കെ. ശുഭ, രാജേശ്വരി വായിക്കാനുണ്ട്, ഒരു മിനിറ്റ് കേട്ടോ. രാജേശ്വരി ഓക്കെ ആയോ? റേഞ്ചിന്റെ ഇഷ്യൂ ഓക്കെ ആയോ? ഓക്കെ, എന്നാ വായിച്ചോളൂ. എവിടെ വരെ കേട്ടു എന്നറിയില്ല മിസ്സേ. ആ മിസ് എന്നാ പഠിപ്പിച്ച മിസ് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് നന്നായിട്ട് ക്ലാസ് നല്ല രീതിയിൽ എടുക്കും. അതുപോലെ തന്നെ പിള്ളേരുടെ അടുത്ത് ഇടപഴകാനാണെങ്കിലും നല്ല സ്നേഹമാണ്. അതുപോലെ തന്നെ ആ ടീച്ചറിന്റെ ജോലിനോട് ഭയങ്കര ആത്മാർത്ഥത. ടീച്ചർമാർ അങ്ങനെ തന്നെയാണ്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡെഡിക്കേഷൻ, ഭയങ്കര ഇതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കുട്ടികൾക്കും ഈ ടീച്ചറിനെ നന്നായിട്ട് അറിയാം. ഇപ്പൊ നല്ല ഏജ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുവാണെങ്കിൽ ചെന്ന് വിളിക്കാൻ പോയാലും വരും കൂടെ. നല്ല പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ എന്ത് പരിപാടിക്കാണെങ്കിലും വരും. നന്നായിട്ട് എന്താ പറയണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെ. അത്രയുള്ളൂ മിസ്സേ. ഓക്കെ. ശുഭ ജിഷ്ണു. ടീച്ചർ എനിക്ക് കണ്ടില്ല, ഞാൻ 5ാം ക്ലാസ്സിൽ എന്റെ 5ാം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിച്ച പൗളി എന്ന് പറഞ്ഞ ടീച്ചറെ ഏറ്റവും ഇഷ്ടം. 5-ലല്ലേ നമുക്ക് ബയോളജി സയൻസ് ഒക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ ടീച്ചറെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് എന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക്, ഞാൻ 5 പഠിക്കുമ്പോൾ ടീച്ചർക്ക് റിട്ടയർഡ് ആകാൻ 1 വർഷം കൂടെ ഉള്ളായിരുന്നു, അത്ര ഏജ് ആയ ആളായിരുന്നു. അപ്പൊ ടീച്ചറുടെ ഹസ്ബൻഡ് ചെറുതിലേ കണ്ട് കാർ ആക്സിഡന്റിൽ മരിച്ചു പോയതാ. 2 കുട്ടികളുണ്ട്, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് UK-യിലാണ് അവര്. അപ്പൊ പിന്നെ ടീച്ചർക്ക് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ടീച്ചർ ഞങ്ങൾ കുട്ടികളോട് ഭയങ്കര കാര്യമായിട്ടായിരുന്നു ഞങ്ങളെ നോക്കുന്നത്. വീട്ടിലാരും ഒന്നുമില്ല, മിണ്ടാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളോട് നല്ല കാര്യമായിരുന്നു. പിന്നെ ആണെങ്കിൽ ടീച്ചർക്ക് വേറെ ആരും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ടീച്ചർ വീട്ടിലൊരു മൈനേനെയോ അങ്ങനെ എന്തത്തിനെയോ വളർത്തുന്നുണ്ടായിരുന്നു. അതിങ്ങനെ സംസാരിക്കും. അപ്പൊ ഞങ്ങളോട് വന്ന് നീ സംസാരിച്ച കാര്യമൊന്നും അങ്ങനെയൊക്കെ പറയും, ഈ പക്ഷി സംസാരിച്ചത്. അപ്പൊ നമ്മൾ ചെറുതല്ലേ, അപ്പൊ നമുക്കത് ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഇങ്ങനെ പക്ഷി സംസാരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ചിങ്ങനെ വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യും ഡ്രസ്സിലൊക്കെ. അങ്ങനെ അതെന്നെ ആദ്യമായിട്ട് അങ്ങനെ ഇതിന് കൊണ്ടുപോകുന്നത് ആ ടീച്ചറാ, പൗളി ടീച്ചർ. അപ്പൊ അന്ന് എനിക്കിത് ചെയ്യാൻ അറിയാമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു, അതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ടീച്ചർ ഇത് ചെയ്യാൻ എൻ്റെ ടീച്ചറുടെ തന്നെ സാരിയൊക്കെ നല്ലത് കൊണ്ടുപോയി തന്നു.
എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിലും വെണ്ടയ്ക്കയിലും ഒക്കെ വെട്ടി പെയിന്റ് ഒക്കെ ടീച്ചർ തന്നെ തന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യുന്നത്. പിന്നെ പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ടീച്ചർ അത് ആദ്യമായിട്ട് ചെയ്യിക്കുമ്പോഴാണ്. അങ്ങനെ ഇപ്പോഴും ഞാൻ ചെയ്യും കേട്ടോ. ഇപ്പോഴും എനിക്ക് ഭയങ്കര വലുതായിട്ടല്ല, എന്നാലും കുറച്ചൊക്കെ എൻ്റെ ഡ്രസ്സിലും കൊച്ചിൻ്റെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ ഞാൻ ചെയ്യും. അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് ആദ്യമായിട്ട് എനിക്ക് ആ ടീച്ചറാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ പണ്ട് അങ്ങനത്തെ ഒക്കെ ടീച്ചർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല, ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ കുറച്ചുകൂടെ നല്ല മോഡേൺ ടീച്ചർമാരായിട്ടല്ലേ വരണേ. അന്നത്തെ ടീച്ചർമാരൊന്നും അങ്ങനെയല്ലല്ലോ. പക്ഷെ ഈ ടീച്ചർ മാത്രം നല്ല അടിപൊളി സാരി, നല്ല സൂപ്പർ ചെരുപ്പ്. നമ്മളപ്പോൾ ടീച്ചർ ഇങ്ങനെ വരാൻ വെയിറ്റ് ചെയ്യും സാരിയും ചെരുപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആ ടീച്ചറെ, പിന്നെ മുടി, അന്നൊക്കെ മുടിയൊക്കെ ചുമ്മാ കെട്ടിക്കൊണ്ടല്ലേ. ഈ ടീച്ചറാണ് ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊക്കെ കെട്ടി ഞങ്ങളുടെ സ്കൂളിൽ ആകെ പടവൻ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ആ ടീച്ചറെയാ. അപ്പൊ ഈ ടീച്ചർ വരാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും, നല്ല മുടിയൊക്കെ എങ്ങനെയാ കെട്ടിയേക്കണേ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാമോന്ന് എനിക്കറിയത്തില്ല കേട്ടോ മാഡം. അത് അതുണ്ടല്ലോ, എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. ആ ചേട്ടനുണ്ടല്ലോ നന്നായിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ലേ, അത് വെച്ച് ശില്പങ്ങൾ ഉണ്ടാക്കും നല്ല ഭംഗിയായിട്ട്. പിന്നെ നന്നായിട്ട് പാട്ടും പാടും. അപ്പൊ ഞാനുണ്ടല്ലോ, ഈ ടീച്ചർ എന്നെ ആദ്യമായിട്ട് വെജിറ്റബിൾ പ്രിന്റിങ്ങിന് കൊണ്ടുപോയി പറഞ്ഞില്ല, അതിങ്ങനെ മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയാ. അപ്പം ആ ചേട്ടൻ ഇങ്ങനെ മത്സരത്തിന് പോകും. പുള്ളി നന്നായിട്ട് ഉണ്ടാക്കും, കൃഷ്ണനെയും രാധേനെയും യേശുവിനെയും അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ മത്സരത്തിന് പോലുള്ള പിള്ളേരെ എല്ലാം പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു ക്ലാസ് റൂമിലാണ്. അപ്പം ഞാൻ 5 പഠിക്കുമ്പോൾ ആ ചേട്ടൻ 7ാം ക്ലാസ്സിലാട്ടോ. എന്നിട്ട് അപ്പൊ ഞാൻ ഈ മത്സരത്തിന്റെ പേരും പറഞ്ഞ് അവിടെ പോവുകയാണെങ്കിൽ ഈ പുള്ളിക്കാരനെ കുറച്ചു നേരം വായി വെക്കാലോ, അങ്ങനെ വിചാരിച്ചാണ് ഞാനിത് മെയിനായിട്ട് പോയത്. അങ്ങനെയാണ്, എനിക്കിത് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ പുള്ളീനെ ചുമ്മാ ഇങ്ങനെ നോക്കാം എന്നൊക്കെയുള്ള ഇതിലാണ് ടീച്ചറിന്റെ കൂടെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനത് പഠിച്ചു, എനിക്കത് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഞാനത് ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയാണ് മെയിനായിട്ടും ഇങ്ങനെ പോയതുള്ള, സത്യം പറഞ്ഞാല്. അല്ലാണ്ട് ഇത് ചെയ്യാൻ അറിയാതെ മത്സരത്തിന് പോകാൻ അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. പക്ഷെ പിന്നെ ചെയ്തു, പഠിച്ചു, അതിന് പോയി, സമ്മാനമൊക്കെ കിട്ടി. ഇപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ ഈ വൺ സൈഡ് ലവ് പിന്നെ കുറെ കാലം നിന്നു. എന്നെ 21 വയസ്സിലാണ് കെട്ടിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് പോയി പറഞ്ഞു. അപ്പൊ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ പുള്ളി എന്നോട്, നിന്നെ എനിക്ക് കണ്ണെടുത്താൽ കാണാൻ പാടില്ല, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അത് പൊളിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കല്യാണം ആലോചിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, പുള്ളിക്കാരന് വൺ സൈഡ് അല്ല 2 സൈഡും ഉള്ള ഒരു ലവ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി തേച്ചിട്ട് പോയി, നേരത്തെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളും ഉണ്ടെന്ന്. അപ്പം ഒരു ഫെയിലായ ലവും പിന്നെ ഒരു വൺ സൈഡ് ലവും കൂടെ ഞങ്ങൾ തമ്മിൽ അങ്ങ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇപ്പൊ സുഖമായിട്ട് പോകുന്നു. ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു ഷെയർ ചെയ്തേനെ കേട്ടോ. എനിക്ക് പറയാവോന്ന് അറിയത്തില്ലായിരുന്നു മാഡം. പിന്നെ അത് മാത്രല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ന് പറയുമ്പോഴേ ആളുകൾ വിചാരിക്കുമല്ലോ ഞാൻ എന്തൊരു കോഴിയാന്ന്. ഇല്ല പക്ഷേ കേട്ടോ. ഉണ്ടല്ലോ മാഡം, 5ാം ക്ലാസ് തൊട്ട് എനിക്ക് 21 വയസ്സ് വരെ അത് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒരാളോട് സ്നേഹിക്കുന്ന അങ്ങനെയൊന്നും പറഞ്ഞു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് വിട്ടു. അറിയാമോ, മാരീഡ് ആണോ? അല്ല, മാരീഡ് അല്ല. എന്താണെന്നറിയോ, പുള്ളിക്കാരന്റെ പെങ്ങള് എന്റെ കൂടെ പഠിച്ചതാ. അപ്പം ഞങ്ങള് 4ാം ക്ലാസ് വരെ നമ്മൾ ഒരു സ്കൂളിൽ, അത് 5 തൊട്ട് നമ്മൾ വേറെ സ്കൂളിലാലോ. അപ്പൊ ഞങ്ങള് വേറെ സ്കൂളിലേക്ക് പോയതാ. ഞാൻ 4 കഴിഞ്ഞ് വേറെ സ്കൂളിലേക്ക് പോയതാ. അപ്പൊ ഈ പുള്ളീനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ അനിയത്തി ഉണ്ടല്ലോ, എന്നും പുള്ളിക്കാരൻ പഠിച്ച പുസ്തകങ്ങളുമായിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ ഉണ്ടല്ലോ, ആ പുസ്തകങ്ങളിലൊക്കെ നിറച്ച് ചിത്രങ്ങളും അങ്ങനെ എല്ലാം കാണും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ ടെക്സ്റ്റ് ഇങ്ങനെ ശ്രദ്ധിക്കും. അതുപോലെ എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്താണ് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അത് നോക്കും. അപ്പൊ ഇവള് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ അതിന്റെ ഉള്ളിൽ വരച്ച പടങ്ങളും, വലിയ കൃഷ്ണന്റെ രാധയുടെ ഒക്കെ നല്ല പടങ്ങൾ വരച്ചതും അങ്ങനെ എല്ലാം കാണും. ഇത് പുള്ളിക്കാരി, ഇത് എന്റെ ചേട്ടൻ വരച്ചതാ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പൊ എനിക്കൊരു ആകാംക്ഷ, ഇത്രയും നന്നായിട്ട് പടം വരയ്ക്കുന്ന ആളാരാന്നൊന്ന് കാണണം എന്ന്. അങ്ങനെ ഒരു ദിവസം അപ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 7ാം ക്ലാസ് പഠിക്കുന്നതാന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ അപ്പൊ ഞാൻ പോയി പുള്ളിക്കാരനെ ഇങ്ങനെ വേറെ ദൂരെ നിന്ന് ആളിതാന്ന് കണ്ടു. പിന്നെ കുറെ കാലം ഇങ്ങനെ പറയാണ്ട് കുറെ കാലം ഇങ്ങനെ പുറകെ നടന്നു. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും. പിന്നെ ഈ മത്സരങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഒരുമിച്ച് പോകും.
അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കും, പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ വീണ്ടും അത് കഴിഞ്ഞ് +2 വരെ ആ സ്കൂളുണ്ടായിരുന്നു. അപ്പം പുള്ളി +2 പഠിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ. +2 കഴിഞ്ഞ് പുള്ളി പോകാറായപ്പോൾ പിന്നെ പുള്ളി പോകുമല്ലോ എന്ന് വിചാരിച്ച് പോയി പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ജോലിയായി. അത് കഴിഞ്ഞ് പുള്ളീനെ കാണത്തില്ലാതെയായി, അറിയില്ലാണ്ടായി. അത് കഴിഞ്ഞ് 21 വയസ്സിൽ എനിക്ക് കല്യാണം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു. അപ്പം വീട്ടിൽ പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ലാതെ ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ എന്നാലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും ഒരിത് എൻ്റെ മനസ്സിൽ അന്നേരം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണമൊക്കെ ആലോചിച്ചപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പം പുള്ളിയുടെയും കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇപ്പൊ ഞങ്ങള് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വളരെ സ്നേഹത്തിൽ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ എല്ലാവരുടെയും അവരുടെ റോൾ മോഡൽ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഞാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? തുടങ്ങി? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആ ഒരു ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് പേജ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്യൂ. റീഡ് ചെയ്ത് കഴിയുമ്പോഴൊന്ന് തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. ഓക്കെ. ലിച്ചി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റീഡ് ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആ പാരഗ്രാഫ്? Communication means passing the information to others. Teachers themselves are passing the knowledge only, but in the process of education, we pass so much information to the students. That is communication. The teacher has to be indirect not only with the students, but also with the parents, co-teachers, administrators, and so on. Communication എന്ന് പറയുന്നത് വിവരങ്ങൾ ആശയവിനിമയം നടത്തുന്നതാണ്. മറ്റുള്ളവരിലേക്ക്
വിവരങ്ങൾ ആശയവിനിമയം നടത്തുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് themselves are passing the knowledge. അതായത് ടീച്ചേഴ്സ് നോളജ് ആണ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നത്. But in the process of education, we pass so much information to the students. Education, we pass so much information. കുട്ടികളിലേക്ക് ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുന്നത് ടീച്ചേഴ്സ് ആണ്. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അതൊരു ടീച്ചർ മാത്രമല്ല, ആ കുട്ടികളുടെ പാരൻസ് ആയിട്ടും അധ്യാപകരായിട്ടും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുമാണ് ഒരു ടീച്ചർ കുട്ടികളോട് പെരുമാറേണ്ടത്. ഓക്കെ. അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് മലയാളം മീനിങ് എന്താ? കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം. പരസ്പരം ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് റീഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫർമേഷൻ ടു അതേഴ്സ്. Teachers themselves are passing the knowledge only, but in the process of education, we pass so much information to the students. That is communication. The teacher has to be indirect not only with the students but also with the parents, co-teachers, administrators and so on. Communication എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ പാസ് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങള് മറുവശത്ത് ഇരിപ്പുണ്ട് അല്ലെ. എനിക്കറിയാവുന്ന ചില ഇൻഫോർമേഷൻസ് നിങ്ങളോട് പാസ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? എന്തായി മാറും? കമ്മ്യൂണിക്കേഷൻ ആവും അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്, മറ്റുള്ളവരിലേക്ക് അറിവുകൾ അഥവാ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ്. ഇനി അടുത്തത് ഒരു കാര്യം പറയുന്നുണ്ട്. Teachers themselves are passing the knowledge only, but in the process of education we pass so much information to the students. ടീച്ചർ എന്ന് പറയുമ്പോൾ അവള് നോളജ് മാത്രമല്ല പാസ് ചെയ്യുന്നത് അല്ലെ, അവളുടെ അറിവുകൾ മാത്രമായിരിക്കില്ല അവള് പാസ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷന്റെ ഒരു പ്രോസസ്സിൽ, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ധാരാളം അറിവുകൾ, അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പുറത്തുള്ള സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തിനെ കുറിച്ചുമുള്ള അറിവുകളും എന്ത് ചെയ്യുന്നു അവള് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നു. അപ്പോ കേവലം അവളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കില്ല പറയുന്നത്, പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, അവൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് ബൗണ്ടറി ഇല്ല കേട്ടോ, യാതൊരു വിധത്തിലുള്ള ബൗണ്ടറി ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മളിലുള്ള ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, തോട്ട്സ്, നമ്മുടെ ബിലീഫ്സ്, അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. The teacher has to be indirect not only with the students but also with the parents, co-teachers, administrators and so on. അതായത് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി സ്റ്റുഡൻസുമായി മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പിന്നെ ആരൊക്കെയായിട്ടാണ്? പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന, അതായത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളെ വിളിക്കാറുണ്ടോ? മെസ്സേജ് അയക്കാറുണ്ടോ? ഗ്രൂപ്പ് ഇൻഫർമേഷൻ തരാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലേ, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ പാരന്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോ ടീച്ചേഴ്സ്, കൂടെയുള്ള ടീച്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കാണാറുള്ളതാണ് സ്റ്റാഫ് റൂമിലൊക്കെ ടീച്ചേഴ്സ് വർത്താനം പറയുന്നത് അല്ലെ, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് മാനേജ്മെന്റുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ടീച്ചർ എന്ന് പറയുമ്പോൾ അത് അവര് സ്റ്റുഡൻസിനോട് മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഹോം ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. ആരാണ് വായിക്കാം? സുബിത വായിച്ചോളൂ. സുബിത.
Communication contains the use of symbols and a word of gesture. Symbols are things made up by human beings. Each symbol carries a meaning and they are used for communication with each other. Be a picture or a sound like a told of symbol communicating is defined as language. എക്സ്പ്ലെയിൻ ചെയ്യാമോ? കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻ യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സിംബൽസ് എന്തെങ്കിലും സിംബൽസ് ഉപയോഗിക്കാറുണ്ട്. സിംബൽസ് ആർ യൂസിങ് തിങ്സ് മേഡ് അപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഈച്ച് സിംബൽസ് ഓരോ സിംബലിനും ഓരോ മീനിങ്സ് ഉണ്ടായിരിക്കും. അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഓരോ സിംബൽസിനും അതിൻ്റെതായ മീനിങ് ഉണ്ടായിരിക്കും. പിന്നെ ഇറ്റ് ക്യാൻ ബി എ പിക്ചർ ഓർ എ സൗണ്ട് ലൈക്ക്. അത് ഈ സിംബൽസ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡോ ആയിരിക്കും സിംബലായിട്ട് ഉപയോഗിക്കുക. യൂസ് ഫോർ അങ്ങനെയുള്ളതിനെ പറയണതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഭാഷകളൊക്കെ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സിംബൽസ് ആൻഡ് വേർഡ് ഓഫ് ജസ്റ്റർ ആണ്. അതായത് ധാരാളം സിംബലുകൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കുറേയധികം ജസ്റ്റേഴ്സ് ആക്ഷൻസും മറ്റും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സിംബൽസ് എന്ന് പറയുന്നത് അതായത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. ഓരോ സിംബൽസിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മീനിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ സിംബൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സിംബൽസ് എന്ന് പറയുന്നത് അത് വലിയൊരു ചിത്രത്തെ കാണിക്കുന്നതെന്നാ പറയുന്നത്. അതായത് നമുക്കറിയാൻ പറ്റും, അതായത് നമ്മൾ ഫുൾ ആയിട്ട് ചിലപ്പോൾ മെസ്സേജ് പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും സിമ്പിൾ അയച്ചാൽ മതി അല്ലെ. നിങ്ങളിപ്പോ വാട്സപ്പിലേക്ക് സിമ്പിൾ ഇമോജീസ് അയക്കാറല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഫുൾ ആയിട്ട് പറയാറുണ്ടോ? ഷോർട്ട് ആക്കാറല്ലേ ചെയ്യാ? ഇമോജീസ് അയച്ചാൽ എന്താണ് ബെനിഫിറ്റ്? ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്യണോ? ഫുൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. എന്താണോ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സിമ്പിൾ അവിടെ കിടപ്പുണ്ടാവും, അത് നമ്മളൊന്ന് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഓരോ സിമ്പിളിനും അതിൻ്റെതായിട്ടുള്ള മീനിങ്ങുകൾ ഉണ്ട്. നമുക്ക് ഇത് മൂലം ഒരു വലിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ലാംഗ്വേജ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോ വേർഡുകൾ ഉപയോഗിക്കാം, അതിന്റെ കൂടെ തന്നെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? ലാംഗ്വേജ് എന്താണ് കേട്ടോ, ലാംഗ്വേജ്. ഓക്കെ, അപ്പോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സിമ്പിൾസ് ഉപയോഗിക്കുന്നു, ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. ഓരോ സിമ്പിൾസിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. പിന്നെ ഓരോ സിമ്പിളും അതിൻ്റെതായിട്ടുള്ള വലിയ രീതിയിലുള്ള അർത്ഥം നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ക്ലിയർ ആണോ? Then communication and language. Communication and teaching are related, but teaching is more than mere communication. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് സഹായിക്കുന്നത്. ഇനി താഴെ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Communication cycle can be explained with the Shannon-Weaver model. Shannon-Weaver model, അല്ലെ? അത് ഒരാളല്ല, രണ്ടുപേരാണ് കേട്ടോ, ഷാനൻ ആൻഡ് വീവർ. ഓക്കെ, അപ്പോ അവര് രണ്ടുപേര്, അതായത് കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ ഏറ്റവും മികച്ചതെന്ന് ലോകത്തിൽ കണക്കാക്കുന്ന ഒരു തിയറിയാണത് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. ഓക്കെ, ഷാനൻ വീവർ മോഡൽ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ തിയറികൾ, അതായത് ലോകത്ത് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ തിയറികൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു മോഡലാണെന്ത്? ഷാനോൺ വീവർ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഷാനോൺ വീവർ മോഡൽ അനുസരിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരാളൊന്ന് വായിക്കാമോ?
ആ പിക്ചർ ഒന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ മാഡം, കഴിക്കട്ടെ. കമ്മ്യൂണിക്കേഷൻ മെസ്സേജ്, സെൻഡറും റിസീവറും, ചാനൽ, ഫേസ്ബുക്ക് അല്ല ഫീഡ്ബാക്ക്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സെൻഡർ ഉണ്ട് അല്ലെ? സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? സന്ദേശം അയക്കുന്ന ആളാണ്, മെസ്സേജ് അയക്കുന്ന ആളാണ് അല്ലെ? പിന്നെ മെസ്സേജ് ഉണ്ട്. എന്താണ് ആ മെസ്സേജിൽ പറയുന്നത്? അതിന്റെ കണ്ടന്റ് എന്താണ്? മെസ്സേജ്. അതുപോലെ തന്നെ റിസീവർ ഉണ്ട്. റിസീവർ എന്ന് പറഞ്ഞാൽ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അത് സ്വീകരിക്കുന്ന ആള്. ഓക്കെ, ദാറ്റ് ഇസ് റിസീവർ. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഉണ്ട്. ഏത് മീഡിയമാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഞാനും നിങ്ങളും നമുക്ക് സംസാരിക്കുന്നുണ്ട് അല്ലെ? ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഫോൺ വഴി. ഫോൺ, അതായത് നമുക്ക് നെറ്റ് അല്ലെ? അത് വഴിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് ആണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോ അതൊരു ചാനലാണ്, മീഡിയമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക്, അതായത് സെൻഡർ അയച്ചിട്ടുള്ള മെസ്സേജ് റിസീവറിന് മനസ്സിലായതിനു ശേഷം റിസീവർ കൊടുക്കുന്ന റെസ്പോൺസ് ആണ് എന്ത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനാണ് സെൻഡർ. ഇവിടെ ഇരിക്കുന്നതില് ഞാൻ സെൻഡർ ആണ്. ഞാൻ ആരോടാണോ കാര്യങ്ങൾ പറയുന്നത്, ആരോടാണോ ഞാൻ മെസ്സേജ് അയക്കുന്നത്, അവര് റിസീവർ ആണ്. അപ്പൊ ആരാണോ റിസീവർ? ഞാനാണോ നിങ്ങളാണോ റിസീവർ? നമ്മളെ റിസീവർ. നിങ്ങളെ റിസീവർ, ഞാൻ സെൻഡർ ആണ് അല്ലെ? ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യമാണത് മെസ്സേജ് എന്ന് പറയുന്നത്. ചാനൽ എന്ന് പറയുന്നത് നമ്മള് എന്താണ്? നെറ്റ് വഴിയാണ് അല്ലെ കണക്ട് ആവുന്നത്. ഓക്കെ, അതൊരു ചാനലാണ്. അത് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ടെലിഫോൺ എടുക്കാം, അല്ലെങ്കിൽ മെയിൽ എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയാ മൊബൈൽ ഫോൺ എടുക്കാം. ഇതൊക്കെ എന്താണ്? ചാനലാണ്, മീഡിയമാണ്. ഓക്കെ, റിസീവർക്ക് മനസ്സിലായി, അതായത് സെൻഡർ പറഞ്ഞ കാര്യം റിസീവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ റിസീവർ ചെയ്യുന്ന കമ്പനിയാണ് എന്ത് പറയുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുവാണ് നിങ്ങളോട്, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ നിങ്ങൾ തമ്പിടുവാണ്. അതിനെ എന്ത് പറയുന്നു? എന്താ പറയുന്നേ? ഫീഡ്ബാക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ റിസീവറുടെ റെസ്പോൺസിനെയാണ് എന്ത് പറയുന്നേ? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? റിസീവറിനെ കുറിച്ച്, സെൻഡറിനെ കുറിച്ചിട്ടൊന്ന് എഴുതിക്കോളൂ കേട്ടോ. നോട്ട് തരാൻ ഞാൻ എഴുതിക്കോളൂ. സെൻഡർ, എഴുതിയോ? സെൻഡർ എഴുതി, സെൻഡർ എന്ന് എഴുതിയോ? എഴുതിക്കോളൂ. സെൻഡർ ഈസ് ദ പേഴ്സൺ. Sender is the person who start the communication, by creating and sending a message to the receiver. ഒന്നുകൂടി പറയാം. Sender is the person who start the communication by creating and sending a message to the receiver. എഴുതിയോ? ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങള് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഇപ്പൊ ഒന്ന് വായിച്ചിട്ടൊക്കെ വരിക. ദെൻ സൈൻ ഔട്ട് ചെയ്തോളൂ. സൈൻ ഔട്ട് ആരാണ്? Sign out, please. മഞ്ജു, സൈൻ ഔട്ട് പറയാവോ? മാഡം
our respected Ashwati ma'am, and all colleagues. All are thank you for hearing. Very good class. I hope the attendance will be more and more in another days. Okay, ma'am. ഓക്കെ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ചിലപ്പോ തേഴ്സ്ഡേ ആയിരിക്കും വരുന്നത്, വ്യാഴാഴ്ച കേട്ടോ. ജോബ് സാറിന്റെ ക്ലാസ്സിൽ ചിലപ്പോ ഞാൻ കയറും, പകരം വെള്ളിയാഴ്ച എന്റെ ക്ലാസ്സിൽ ജോബ് സാറ് കയറും. അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. മേ ബി ഉറപ്പ് പറയുന്നില്ല, മെജോറിറ്റി അങ്ങനെ തന്നെയാ വരിക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.